നാദതാള വർണ്ണവിസ്മയമായി മാറുകയാണ് കലോത്സവ വേദികൾ. എന്തായാലും പ്രോഗ്രാം ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുകയാണ്. എല്ലാ വേദികളും സജീവമാണ്. മത്സരങ്ങളും ഏറെ ആവേശത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ PM സുരേഷ് ചേരുകയാണ്. മാഷോട് നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ ഏറ്റവും വലിയ ചുമതല പ്രോഗ്രാം കമ്മിറ്റിയാണ്. കാരണം പ്രോഗ്രാം ഭംഗിയാക്കണം. അതിന് ഇത്തവണ അങ്ങനെ ഭംഗിയാക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ നേരത്തെ കൂട്ടി നടത്തിയിരുന്നു? ഇപ്പോൾ പ്രോഗ്രാം എത്രമാത്രം വിജയമായിട്ടുണ്ട്? ഇനി ഒരു ദിവസമുള്ളൂ ബാക്കി. എന്താണ് മാഷിൻ്റെ കണക്കുകൂട്ട്? പ്രോഗ്രാം കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അതിൻ്റെ റിവ്യൂ നടത്തുകയും കൃത്യമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയൊരു സംവിധാനം ഇപ്പോൾ കമ്മിറ്റിക്കുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കലോത്സവത്തിൻ്റെ ഷെഡ്യൂൾ നിശ്ചയിക്കുമ്പോൾ നമ്മുടെ ജില്ലയിലത്തെ ഉപജില്ലാ കലോത്സവങ്ങൾ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഷെഡ്യൂള് നമ്മൾ എല്ലാം നടത്തി കഴിഞ്ഞതിന് ശേഷം വരുന്ന മത്സരാർത്ഥികൾ വരുമ്പോൾ അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. 7300ഓളം വരുന്ന കുട്ടികളുണ്ടായിരുന്നിടത്ത് പിന്നെ 8172 കുട്ടികളാണ് ഇപ്പോൾ മത്സരാർത്ഥികളായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. പിന്നെ സമയം വഴുകുന്നു എന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് സ്വാഭാവികമായും ചില സ്റ്റേജുകളിൽ ഒന്നാമത് മത്സരിക്കാൻ വരുന്ന വിദ്യാർത്ഥികളും അല്ലെങ്കിൽ മത്സരാർത്ഥികൾ അത് താല്പര്യമില്ലാത്തവരുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിദ്യാർത്ഥികളും മത്സരാർത്ഥികളും മത്സരിക്കട്ടെ, കളിക്കട്ടെ എന്നുള്ളതാണ്. ആരും മാറ്റി നിർത്തേണ്ടതില്ല എന്നാണ് ആ ഒരു പോളിസിയാണ് ഈ പ്രോഗ്രാം കമ്മിറ്റി എടുത്തത്. മത്സരം വൈകുന്നത് മാത്രമല്ല, പല മത്സരങ്ങളും വൈകിയാണ് തുടങ്ങുന്നത്. പക്ഷേ പല വേദികളിലും അപ്പീലുകൾ ഇത്തവണ കുറവാണ്. പക്ഷേ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഒരു കുറവുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉപജില്ലാ കലോത്സവങ്ങൾ കഴിയാതെ വന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഇവിടെ തന്നെ കുന്നംകുളത്ത് തന്നെ 2018 നടന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ അനുഭവം ഞങ്ങൾക്കുണ്ട്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജില്ലാ കലോത്സവത്തിനേക്കാളും എത്രയോ പരാതികൾ കുറവാണിപ്പോൾ, വളരെ കുറവാണ്. തീർച്ചയായിട്ടും അത് ഒരു ശരിയാണ്. മറ്റൊന്ന് വേദി 17ആണ്. ചില വേദികൾ ചിലത് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ ക്രൈസിസ് മാനേജ്മെൻറ്റ് കൃത്യമായി ഇടപെടുന്നു എന്നുള്ളതിന് തെളിവാണ്. മത്സരങ്ങൾ വൈകിയാണ് പലതും നടക്കുന്നത്. പുലർച്ചെയായിട്ട് വരെ തീരാത്തൊരു സ്ഥിതി. ഇന്നത്തെ വേദി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ആദിവാസി ഗോത്രകലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് 3 ഗോത്രകലകൾ വേദിയിലെത്തുന്നു. പക്ഷേ ഇനിയിപ്പോൾ പണിയെ നൃത്തം ആരംഭിച്ചിട്ടില്ല. രാവിലെ നടന്ന ഇപ്പോൾ മലയപ്പുലയ നൃത്തമായാലും അതുപോലെ തന്നെ മംഗളംകളിയാണെങ്കിലും വൈകിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം വേണം ഇനി നമുക്ക് മറ്റ് മത്സരങ്ങളൊക്കെ ആരംഭിക്കാം. അപ്പോൾ ആ വേദി പ്രശ്നമാണ്. അതുപോലെ തിരുവാതിരക്കളി വേദിയും പ്രശ്നമാണ്. ഇവിടെ ചില ആരോപണങ്ങൾ വരെ ജഡ്ജസിനെതിരെ ഉയർന്നിരുന്നു. അത് സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു ആരോപണങ്ങളാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആരോപണങ്ങൾ കഴിഞ്ഞ കാലത്തുനിന്ന് വളരെ കുറഞ്ഞു പോയി. അത് കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതാണ്. അതുതന്നെയാണ് ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. വേദികളിലെ പ്രശ്നം പറഞ്ഞല്ലോ, വേദികൾ പലതും ചില സന്ദർഭങ്ങളിൽ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അത് ചടുലമായ രീതിയിൽ ഇടപെടൽ നടന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ റവന്യൂ ജില്ലാ കലോത്സവം കുന്നംകുളത്ത് മഹാവിജയമാണ് എന്ന രീതിയിലേക്ക് എല്ലാ മാധ്യമങ്ങളും വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്നത് അധ്യാപകൻ കൂടിയായിട്ടുള്ള ബിനോയ് മാഷാണ്. ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ 3 ദിവസമായി പ്രോഗ്രാം കമ്മിറ്റി അങ്ങനെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ മാഷിൻ്റെ അടുത്തുണ്ട്. മാഷക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കുറേയും കൂടിയും സാങ്കേതികമായ കാര്യങ്ങളെല്ലാം മാഷാണ് കൈകാര്യം ചെയ്യാറ്. അതോടൊപ്പം തന്നെ ഈ മാഷ് പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം നാളെ സമാപനമാണ്. കൃത്യസമയത്ത് തന്നെ മത്സരങ്ങൾ സമാപിക്കാനാകും. അത്തരത്തിൽ ക്രമീകരണങ്ങളാണോ ഒരുക്കിയിരിക്കുന്നത്? പിന്നെ ഉദ്ഘാടനം മന്ത്രി K രാജൻ തന്നെയാണോ നിർവഹിക്കുക? നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത് എന്ന സമയത്തിന് വേദിയിൽ അധ്യാപകരെത്തിയോ എന്നുള്ളതാണ്. അതിൽ അധ്യാപകരെത്തിക്കാൻ പ്രോഗ്രാം കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പോലും ഈ വേദിയാണ് വൈകാൻ കാരണം. അതെന്ന് വെച്ചാൽ ഒരു ഹൈക്കോടതിയുടെ വിധിയിൽ നിന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ വൈകൽ ഈ വേദിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടി തിരുവാതിര അപ്പീലിൽ കയറി. ഇന്ന് 8 കോടതി അപ്പീലുകൾ വന്നിട്ടുണ്ട്. ഈ അപ്പീൽ വരുമ്പോൾ നമുക്ക് ലാഗ് ചെയ്യിക്കണം. അത് പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ നമ്മളതൊക്കെ ചെയ്യേണ്ട അതിൻ്റെ ഒരു ഭാഗമാണത്. അങ്ങനെ ഉണ്ട്. പിന്നെ ആദ്യത്തെ മത്സരം വൈകിയാൽ വീണ്ടും ഇന്നലെ വൈകിയ മത്സരങ്ങൾ മുഴുവൻ പല കാരണങ്ങളാൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രശ്നം കൊണ്ടല്ല മാറ്റിയത്. മറ്റു പല ഇഷ്യൂസിൻ്റെ ഭാഗം ഉണ്ടാക്കി മാറ്റുകയും അതേ അവിടെ തുടങ്ങുമ്പോൾ 1.5 മണിക്കൂർ വൈകിയത് തീരുമ്പോൾ വീണ്ടും വൈകുന്ന ഒരു പ്രശ്നമുണ്ട്. എന്തായാലും മറ്റ് കലോത്സവങ്ങളെ അപേക്ഷിച്ച് പൊതുവെ പരാതികൾ കുറവുള്ള ഒരു കലോത്സവം തന്നെയാണ് കുന്നംകുളത്ത്. അത് പ്രോഗ്രാം കമ്മിറ്റിക്ക് ഉള്ള അതിൻ്റെ പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്.